الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നാം എല്ലാവരും ഈ ദുനിയാവിൽ കുടുംബത്തോടെ സമാധാനത്തോടുകൂടെ കഴിയാൻ ഒരു നല്ല വീട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യാൻ മനുഷ്യൻ എന്നുള്ള നിലക്ക് നാം സന്നദ്ധരുമാണ്. പലപ്പോഴും പ്രവാസ ലോകത്തേക്കും നാട് വിട്ടുകൊണ്ടും ഒക്കെ ആളുകൾ ത്യാഗം സഹിച്ച് അതിന്റെ പേരിൽ അതിന്റെ കാരണമായി പറയുന്നത് നല്ലൊരു വീട് വേണ്ടേ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ദുനിയാവിൽ എത്ര നല്ല വീട് നമ്മൾ പണിതുയർത്തിയാലും ഒരുപക്ഷെ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ആ വീട് നമുക്ക് നഷ്ടമായി എന്ന് വന്നേക്കാം. എന്നാൽ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത പാരത്രിക ലോക ജീവിതത്തിൽ സ്വർഗത്തിലെ ഒരു ഭവനം, ആ സ്വർഗത്തിലെ ഒരു വീട് നേടിയെടുക്കുന്നതിന് വേണ്ടി, സ്വർഗീയമായ ഭവനത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ നാം എന്താണ് ചെയ്തിട്ടുള്ളത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ ആ സ്വർഗ്ഗത്തിലെ മണിമാളികകൾ നേടിയെടുക്കുവാൻ എന്തെല്ലാം ചെയ്യണമെന്ന് വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ ആ സ്വർഗീയ ഭവനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്തവരായിരുന്നു. അതിനു വേണ്ടി പണിപ്പെട്ട ആളുകളായിരുന്നു. എത്രത്തോളമെന്നാൽ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിൻത് മുസാഹിം, യഥാർത്ഥത്തിൽ ആരായിരുന്നു ഫിർഔൻ? ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാകുന്നു അത്യുന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച അഹങ്കാരികളിൽ അഹങ്കാരിയായ ഫിർഔൻ. ആ ഫിർഔനിന്റെ ഭാര്യ, അതേ കൊട്ടാരത്തിൽ ജീവിച്ച ആസിയ ബീവി, ആ ഫിർഔനിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചപ്പോ അതികഠിനമായ പീഡനങ്ങളാണ് സഹിക്കേണ്ടി വന്നത്. ശരീരത്തിൽ ആണികൾ അടിച്ചുകൊണ്ട് ശിക്ഷിച്ചു. അത്രമാത്രം കൊടിയ വേദനകൾ അനുഭവിച്ചപ്പോഴും ആസിയ ബീവി തേടിയ തേട്ടമുണ്ട്. ആസിയ ബീവി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. സത്യവിശ്വാസികൾക്ക് മുഴുവനും മാതൃകയായിക്കൊണ്ട് ആ വനിതയെ എടുത്തുയർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വദറബല്ലാഹു മസലൻ ലദീന ആമനു ഇംറഅത ഫിർഔൻ, സത്യവിശ്വാസികൾക്കിതാ ഫിർഔനിന്റെ ഭാര്യയെ ഒരു മാതൃകയായി നാം ഉയർത്തി കാണിക്കുന്നു. എന്താണ് അവരുടെ പ്രാർത്ഥന? എത്രമാത്രം വലിയ വേദനയിലും എത്രമാത്രം വലിയ പ്രയാസത്തിലും അവർ പ്രാർത്ഥിച്ചതെന്താ? ഇത് ഖാലത്ത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ റബ്ബേ, ഈ ദുനിയാവിന്റെ കൊട്ടാരമാണ് ഞാൻ ഉപേക്ഷിക്കുന്നത്. ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ സന്നദ്ധമാണ്. എന്നാൽ ഞാൻ നിന്നോട് തേടുന്നത് എന്താണെന്നറിയുമോ? റബ്ബേ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് കെട്ടിത്തരണം. കൊട്ടാരത്തിലാ ജീവിക്കുന്നത്, രാജാവിന്റെ ഭാര്യയായിട്ടാ ജീവിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ആ കൊട്ടാരത്തിന്റെ അനുഭൂതികൾ, ആഡംബരങ്ങൾ എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അതികഠിനമായ പീഡനത്തിന് വിധേയരാകുമ്പോ ആസിയ ബീവി അല്ലാഹുവോട് ചോദിക്കുകയാണ്, ദുനിയാവിന്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ നേരിടുകയാണ്, ദുനിയാവിന്റെ ആഡംബരങ്ങളെല്ലാം, ദുനിയാവിന്റെ കൊട്ടാരമാണ് ഞാൻ ഉപേക്ഷിക്കുന്നത്. എന്നാൽ റബ്ബേ, എനിക്ക് നിന്നോട് ആവശ്യപ്പെടാനുള്ളത്, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം. വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ, ഫിർഔനിന്റെയും അവന്റെ ആളുകളുടെയും പീഡനങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ. അക്രമികളായ സമൂഹത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥിക്കുന്ന ആസിയ ബീവിയാണ് സത്യവിശ്വാസികൾക്കൊരു മാതൃക എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ കൊട്ടാരങ്ങൾ നഷ്ടപ്പെട്ടോട്ടെ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ നഷ്ടപ്പെട്ടോട്ടെ, ദുനിയാവിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടോട്ടെ, എന്തും നഷ്ടപ്പെട്ടോട്ടെ, പക്ഷേ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷ വേണം. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമുക്കൊരു ഭവനം വേണം. ആ ഒരു സ്വർഗീയ ഭവനത്തിന് വേണ്ടി എന്റെ വിശ്വാസത്തെ വിമലീകരിക്കുവാൻ, എന്റെ പ്രവർത്തനങ്ങളെ നന്നാക്കിയെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സ്വർഗത്തിൽ ഒരു വീട് നേടാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താ? തഖ്വയോടുകൂടെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, ദുനിയാവിലെ ഒരു മഖ്ലൂഖിനെയുമല്ല, ഒരു സൃഷ്ടിയെയുമല്ല, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ? തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുന്നവരുണ്ടോ? ലഹും ഖുറഫും മിൻ ഫൗഖിഹാ ഖുറഫും മബ്നിയാ, തട്ടിന് മുകളിൽ തട്ടുകളായി പടുത്തുയർത്തപ്പെട്ട സ്വർഗീയമായ മണിമേടകളാണ് അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ ഭവനങ്ങളാണ് മുത്തഖീങ്ങൾക്കുള്ളത്. വഅദല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് കേട്ടോ.
തഖ്വയോടുകൂടെ ജീവിക്കുന്നവർക്ക് ഈ രൂപത്തിൽ സ്വർഗത്തിലെ മണിമേടകൾ നൽകുമെന്നത്, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ഇത്രയും മനോഹരമായ സ്വർഗീയ ഭവനങ്ങൾ അത് നൽകുമെന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണ്. രണ്ടാമതായി കൊണ്ടുവരാ, സ്വർഗത്തിൽ ഒരു ഭവനം വേണോ? രണ്ടാമത്തെ ഗുണമായി പഠിപ്പിക്കപ്പെടുന്നത് ക്ഷമയോടുകൂടെ മുന്നോട്ട് പോവുക. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. ഐഹികലോക ജീവിതം പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളിൽ മുഴുവനും റബ്ബിലേക്ക് സമർപ്പിക്കുവാനും ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫുർഖാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്, ഉലൈക യുജ്സൗനൽ ഖുർഫത ബിമാ സബറൂ വയുലഖൂന ഫീഹാ തഹിയ്യതൻ വസലാമാ. അവർ ക്ഷമിച്ചത് കാരണത്താൽ, അവർ സഹിച്ചത് കാരണത്താൽ അക്ഷമരാവുകയില്ല. ദുനിയാവിൽ സാമ്പത്തികമായ ഒരു പ്രയാസം വരുമ്പോ, ശാരീരികമായ ഒരു പ്രയാസം വരുമ്പോ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസം വരുമ്പോ, ജീവിതത്തിന്റെ പല പല പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുമ്പോ അക്ഷമരാവുകയില്ല. തൗഹീദിന് വിരുദ്ധമായത് പ്രവർത്തിക്കുകയില്ല, നന്ദികേട് പ്രവർത്തിക്കുകയില്ല. അല്ലാഹുവിലേക്ക് സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുന്നവരുണ്ടോ? ഉലൈക യുജ്സൗനൽ ഖുർഫത ബിമാ സബറൂ. അങ്ങനെ ക്ഷമിച്ചതു കാരണത്താൽ സ്വർഗത്തിലെ മണിമേടകളാണ്, സ്വർഗീയ ഭവനങ്ങളാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. വയുലഖൂന ഫീഹാ തഹിയ്യതൻ വസലാമാ. സമാധാനത്തിന്റെ അഭിവാദ്യങ്ങളോടുകൂടെ അവർ ആ സ്വർഗത്തിൽ വരവേൽക്കപ്പെടുകയാണ്. സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ ആ സ്വർഗത്തിലേക്ക് അവരെങ്ങനെ വിളിച്ചാനയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്ഷമ പരീക്ഷിക്കാതെ ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് നമ്മൾ കരുതരുത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. വെറുതെ അങ്ങ് സ്വർഗത്തിൽ കയറി ചെല്ലാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായി ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലാതെ, അള്ളയത് പരീക്ഷിച്ചറിഞ്ഞിട്ടല്ലാതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നന്നായി ക്ഷമിക്കുന്നതെന്ന് അല്ലാഹു പരീക്ഷിച്ചറിഞ്ഞിട്ടല്ലാതെ വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ആർക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുന്നതെന്നറിയോ? തന്റെ കുപ്പായം അങ്ങനെ ഊരിട്ട് തന്റെ പിറകുഭാഗത്ത് പൊള്ളിച്ച മുറിവുകൾ കാണിച്ചു കൊടുത്തിട്ട് സഹാബത്ത് ചോദിക്കുകയാണ്, മതാ നസ്റുല്ലാഹ്, പ്രവാചകരെ എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. വെറുതെ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നത് ആരാണെന്ന് അല്ലാഹു കൃത്യമായി പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഭയം നൽകിക്കൊണ്ട് പരീക്ഷിക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം നൽകിക്കൊണ്ട് പരീക്ഷിക്കും, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടല്ല പരീക്ഷിക്കും. ഏതേത് പരീക്ഷണങ്ങളിലും ഏതൊരു സൃഷ്ടിയിലേക്കുമല്ല സൃഷ്ടാവിലേക്ക് തിരിയുന്നുണ്ടോ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് അല്ലാഹു ടെസ്റ്റ് ചെയ്യാതെ, അല്ലാഹു പരീക്ഷിച്ചറിയാതെ സ്വർഗത്തിലേക്ക് വെറുതെ ടിക്കറ്റ് കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിൽ ഒരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ക്ഷമയോടുകൂടെ കഴിയണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആ സ്വർഗത്തിൽ ഒരു സ്വർഗീയ ഭവനം ലഭിക്കാൻ
പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ട 4 കാര്യങ്ങൾ: നല്ല സംസാരം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക, നോമ്പെടുക്കുക, രാത്രി നമസ്കാരം. അത് നിർബന്ധമായ നമസ്കാരമല്ല, സുന്നത്ത് നമസ്കാരങ്ങൾ, ഖിയാമുൽ ലൈൽ ഉൾപ്പെടെയുള്ള നമസ്കാരങ്ങൾ. ആ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ഇതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അൻ അലിൻ ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി ഖുറഫാ തറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ദുഹൂരിഹാ. സ്വർഗ്ഗത്തിൽ ചില ഭവനങ്ങളുണ്ട്, സ്വർഗ്ഗത്തിൽ ചില ഭവനങ്ങളുണ്ട്. അതിന്റെ അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും കാണുന്ന രൂപത്തിലുള്ള സ്ഫടിക സമാനമായ മനോഹരമായ ചില ഭവനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലെ ഈ മനോഹരമായ ഭവനങ്ങളെ പറ്റി വർണ്ണിച്ചപ്പോ ഒരു ഗ്രാമീണനായ മനുഷ്യൻ എണീറ്റെന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ ഈ പറഞ്ഞ സ്വർഗീയ ഭവനം അത് ആർക്കുള്ളതാണ്? ഈ സ്വർഗീയ ഭവനം അത് ആർക്കുള്ളതാണ് നബിയേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കൊടുക്കുകയാണ്. ലിമൻ അതാബൽ കലാം വഅത്അമ അത്അം വഅദാമ സിയാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ഈ 4 കാര്യങ്ങൾ ചെയ്തവർക്കാണ് ആ സ്വർഗ്ഗത്തിലെ ഭവനമുള്ളത്. ഈ 4 കാര്യങ്ങൾ ചെയ്തവർക്കുള്ളതാണ് ആ സ്വർഗ്ഗത്തിലെ മണിമേടകൾ. ഏതാണ് ആ 4 കാര്യങ്ങൾ? ലിമൻ അതാബൽ കലാം, നല്ല സംസാരം. ആളുകളോട് ഇടപഴകുമ്പോൾ, ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുമ്പോ അയാളെ വെറുപ്പിക്കുന്ന സംസാരമല്ല, അശ്ലീലം പറയലല്ല, ഏറ്റവും നല്ല സംസാരം, നല്ലത് പറയുക. ഒരു മനുഷ്യൻ പറയുന്നെങ്കിൽ നല്ലത് പറയട്ടെ, മിണ്ടാതിരിക്കട്ടെ. ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, ഒന്നുകിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി പറയാണ്, ആരാണോ തന്റെ സംസാരത്തെ നന്നാക്കുന്നത്, മറ്റുള്ളവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ആരാണോ ശ്രദ്ധിക്കുന്നത്, സ്ഥിരമായി നോമ്പുകൾ എടുക്കുന്നത്, സുന്നത്ത് നോമ്പുകൾ ഉൾപ്പെടെയുള്ള നോമ്പുകൾ എടുക്കുന്ന മനുഷ്യർ മാത്രമല്ല, 4ാമതായി പഠിപ്പിക്കുന്നത് ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത്, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയിൽ എണീറ്റുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുണ്ട്, ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നവരുണ്ട്, തഹജ്ജുദ് നിർവഹിക്കുന്നവരുണ്ട്. ആ രൂപത്തിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ പറ്റിയാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. സ്വർഗ്ഗത്തിൽ സ്ഫടിക സമാനമായ വീടവർക്കുണ്ട്. 4 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഈ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോ ഈ ഓരോ ഗുണങ്ങളും എന്നിലുണ്ടോ എന്ന് നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. എന്റെ സംസാരം നല്ല സംസാരമാണോ? ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പ്രോത്സാഹനം നൽകുന്ന ആളാണോ? അതല്ല എന്റെ ധനം, എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന ഒരു മനുഷ്യനാണോ? സുന്നത്ത് നോമ്പുകൾ എന്റെ ജീവിതത്തിലുണ്ടോ? റമദാനിലെ നോമ്പ് മാത്രമാണോ? അതിനുശേഷം നാം നോമ്പെടുക്കാറുണ്ടോ? അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവം പുലർത്താറുണ്ടോ? നാം അത് നിർവഹിക്കാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1, 3, 5, 7, 9, 11 വരെ, ഈ രൂപത്തിൽ 11 വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് പ്രിയപ്പെട്ടവരെ, ഇശാ നമസ്കാരത്തിനു ശേഷം ഒരു റക്അത്തെങ്കിലും രാത്രി നമസ്കാരത്തിൽ പതിവാക്കി. എല്ലാ ദിവസവും, ഏതെങ്കിലും ഒരു ദിവസമല്ല, ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി ഒറ്റയ്ക്ക് നിസ്കരിക്കുക, രാത്രി നമസ്കാരം ഒറ്റയ്ക്ക് ഇങ്ങനെ നിർവഹിക്കുമ്പോ റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് കാണുമ്പോൾ ചില സ്വഹാബത്തൊക്കെ വന്ന് കൂടും ജമാഅത്ത് കിട്ടാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ട് സൂറത്തുൽ ബഖറ തീരും. സൂറത്തുൽ ബഖറയും തീർന്ന് ആലി ഇംറാനും തീർന്ന് പിന്നെയും തീരാതെ മുന്നോട്ട് പോകുമ്പോ അവസാനം ആ നിസ്കാരം മുഴുമിപ്പിക്കാൻ സാധിക്കാതെ ആ സ്വഹാബത്തിൽ ചില ആളുകളൊക്കെ നിർത്തിപ്പോവാറുണ്ട്.
ഒറ്റക്ക് നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം നിന്ന് നമസ്കരിച്ചത് കാരണത്താൽ അദ്ദേഹത്തിന്റെ കാല് പൊട്ടി നീര് വരുമായിരുന്നു. അങ്ങനെ ആയിഷ ബീവി കാണുമ്പോൾ അവിടുന്ന് ചോദിക്കുമായിരുന്നു, നബിയേ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാം പൊറുക്കപ്പെട്ടവരല്ലേ താങ്കൾ, എന്തിനാണ് ഇത്രമാത്രം താങ്കൾ ത്യാഗം സഹിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞോ, ഞാൻ നന്ദിയുള്ള ഒരു ദാസനാവണ്ടേ ആയിഷ, ഞാൻ നന്ദി കാണിക്കണ്ടേ, എന്റെ റബ്ബ് എത്രമാത്രം എനിക്ക് ചെയ്തു തന്നില്ലേ, അപ്പൊ ഞാൻ നന്ദിയുള്ള ഒരു മനുഷ്യരാവണ്ടേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, അത്രയൊന്നുമില്ലെങ്കിലും ഒരു റക്അത്തെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ ഇതുപോലെ തുടരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ സ്വർഗീയ ഭവനമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ആ സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഭവനം നിർമ്മിക്കുക. നമുക്കറിയാം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകുന്നതാണ്. ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലുകൾ മുറിഞ്ഞു പോകുന്നതാണ്. ഇല്ലാ ബിസലാത്ത്, മൂന്ന് കാര്യങ്ങൾ ഒഴികെ അവന്റെ അമലുകൾ മുറിഞ്ഞു പോകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നമ്മളൊക്കെ ഇപ്പോ നിസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന ആര് പഠിപ്പിച്ചു? ഒരുപക്ഷെ ആ പഠിപ്പിച്ച ഉസ്താദൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. നമ്മൾ ഇന്നും അത് ചൊല്ലുമ്പോ നമുക്ക് കിട്ടുന്ന കൂലി കുറയാതെ ആരാണോ നമുക്കത് പകർന്നു തന്നത് അവർക്കും ആ കൂലി കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം, നമ്മുടെ അറിവ് അവർക്ക് കൊടുക്കണം. എങ്കിൽ നമ്മൾ മരിച്ചാലും അവരത് ഉപയോഗിക്കുന്ന കാലത്തോളം കൂലി കിട്ടും. ആ ഇൽമിനെ പറ്റി പറഞ്ഞ റസൂലുള്ളാഹ്, രണ്ടാമതായി റസൂലുള്ളാഹ് പറഞ്ഞത് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളെന്ന ആ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം പള്ളി ഉണ്ടാക്കുന്നതും പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതുമാണ്. അപ്പൊ ഒരു പള്ളി നിർമ്മിക്കാൻ. മൂന്നാമതായി പറഞ്ഞത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സാലിഹായ മക്കൾ, അതും നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളതാണ്. ഈ മൂന്നെണ്ണം എണ്ണി പറഞ്ഞതിൽ ജാരിയായ സദഖയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദാനധർമ്മം ഒരു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കൊടുക്കുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, മൻ ബനാ മസ്ജിദാ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരാണോ ഒരു പള്ളി നിർമ്മിക്കുന്നത് അല്ലാഹു അവന് അതിന് സമാനമായ ഒരു ഭവനം സ്വർഗത്തിൽ നിർമ്മിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പള്ളി എത്ര അനുഗ്രഹീതമാണ്. ആലോചിച്ചു, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് എത്ര പേരുടെ ത്യാഗങ്ങളുണ്ട്, എത്ര പേരുടെ പരിശ്രമങ്ങളുണ്ട്. ഇന്നും ഓരോ ദിവസവും ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കുന്ന, സാമ്പത്തികമായ എല്ലാ അർത്ഥത്തിലുമുള്ള അതിന്റെ ചെലവുകൾ വഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ലക്ഷ്യം അതാവണം. ആ സ്വർഗ്ഗത്തിലെ ഒരു ഭവനത്തിന് വേണ്ടിയാണ് ദുനിയാവിൽ ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ ഭവനങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. മാത്രമല്ല, അതെത്ര ചെറുതായാലും ശരി, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫഹസി ഖതാ ഔ അസ്ഗർ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. റസൂലുള്ളാഹി പറയാണ്, ഒരു കുരുവിക്കൂടിനോളം ചെറുതാണെങ്കിലും ശരി, നിങ്ങൾ അല്ലാഹുവിന്റെ ഭവനമുണ്ടാക്കുന്നത് ഒരു കുരുവിക്കൂടിനോളം ചെറുതാണെങ്കിലും ശരി, അതിനേക്കാളും ചെറുതാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കൊരു വീട് കെട്ടിത്തരുന്നതാ. അത്രമാത്രം പ്രതിഫലാർഹമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ഒരു വീട് നേടിത്തരാൻ മറ്റൊന്ന് പഠിപ്പിക്കുന്നത് റവാത്തിബ് സുന്നത്തുകളാണ്. റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫറള് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കാറുണ്ടല്ലോ, അതിന്റെ മുന്നെയും പിന്നെയുമായി വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മൻ ഫാബറ അലാ 12 റകഅതൻ മിനസ് സുന്ന ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ സുന്നത്തിൽപ്പെട്ട 12 റകഅത്തുകൾ പതിവാക്കുന്നത് അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് കൊടുക്കുന്നതാ.
ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാഇന് ശേഷം 2 റക്അത്ത്, സുബ്ഹിന് മുമ്പ് 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്ത് സ്ഥിരമായി ആരാണോ പതിവാക്കുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് കെട്ടിക്കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മറ്റു 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് 3 കാര്യങ്ങൾ ഒരു ഹദീസിൽ വന്നു. ഏതാ 3 കാര്യം അറിയോ? തർക്കം ഒഴിവാക്കുന്ന ആൾ, തർക്കിക്കുന്നവനല്ല, തർക്കം ഒഴിവാക്കുന്ന മനുഷ്യൻ, കളവ് പറയാതിരിക്കുന്ന മനുഷ്യൻ, സൽസ്വഭാവിയായി ഒരു നല്ല വ്യക്തിത്വമായി ജീവിക്കുന്ന മനുഷ്യൻ, ഇവർക്കൊക്കെയും സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്നതിന് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു എന്നാണ് റസൂൽ പറയുന്നത്. നബി ഉമാമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയാണ്, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്ന് ഞാനിതാ വാക്ക് തരുന്നു. സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്ന് ഞാനിതാ വാക്ക് തരുന്നു. ആരുടെ കാര്യത്തിലാണ്? ലിമൻ തറക്കൽ മിറാ വ ഇൻ കാന മുഹിഖാ. പലപ്പോഴും തർക്കമുണ്ടാകുമ്പോഴേ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ പറയും എന്റെ ഭാഗത്തല്ലേ ന്യായം, ഞാൻ പറഞ്ഞതല്ലേ സത്യം. റസൂൽ പറയാണ്, തന്റെ ഭാഗത്താണ് ശരിയെന്ന് ഉറപ്പുണ്ടെങ്കിലും ഒരു തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ, തന്റെ ഭാഗത്താണ് ശരി, തന്റെ ഭാഗത്താണ് സത്യം എന്ന് ഉറപ്പുണ്ടെങ്കിലും തർക്കം ഒഴിവാക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്തൊരു വീട് ഞാനിതാ അവന്റെ വാക്ക് തരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല, വബിബൈതി ഫീ വസതിൽ ജന്ന ലിമൻ തറക്കൽ കലിബ വ ഇൻ കാന മസിഹാ. തമാശക്ക് വേണ്ടി പോലും കളവ് പറയാത്ത ഒരു മനുഷ്യൻ. പലപ്പോഴും പറയും എന്തെങ്കിലുമൊക്കെ കളവ് തട്ടിവിട്ടിട്ട് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, അതൊരു തമാശയല്ലേ. റസൂലുള്ളാഹി പറയാണ്, തമാശക്ക് വേണ്ടി പോലും ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും കളവ് പറയാതെ, പൂർണ്ണമായും കളവ് പറയാതെ മാറി നിൽക്കുന്ന ഒരു മനുഷ്യനാണോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് അയാൾക്കൊരു വീടുതാ ഞാൻ ഉറപ്പു തരുന്നു. ആലോചിച്ചു. തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, കളവിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുക. മൂന്നാമതായി പറയുന്നത് സ്വഭാവത്തിന്റെ മഹിമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹം പരുഷനായിരുന്നില്ല, ഏറ്റവും മാന്യമായി ആളുകളോട് പെരുമാറുന്ന ആളായിരുന്നു. ആ സൽ സ്വഭാവത്തിനും സ്വർഗ്ഗത്തിൽ ഒരു ഭവനമുണ്ട്. ആരാണോ തന്റെ സ്വഭാവം നന്നാക്കുന്നത് അവന് സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ഒരു വീട് ഞാനിതാ വാക്ക് തരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു ഭവനമുണ്ട്. കളവ് ഒഴിവാക്കുന്നവന് സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു ഭവനമുണ്ട്. ഏറ്റവും നല്ല വിശിഷ്ടമായ സ്വഭാവത്തിനുടമയാകുന്ന ഒരു മനുഷ്യനോ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ഭാഗത്തൊരു ഭവനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പഠിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഓരോ ഹദീസും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഞാൻ ഇങ്ങനെ ഓതുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേറെ അവസരങ്ങൾ സ്വർഗ്ഗത്തിലെ ഒരു ഭവനം ലഭിക്കാൻ നമുക്കുണ്ട്. ഈ അവസരങ്ങളിൽ ഏതൊക്കെയാണ് നാം ഉപയോഗപ്പെടുത്തുന്നത്, ഏതൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? അതുകൊണ്ട് ആത്മാർത്ഥമായി നാം ആ ഒരു ഭവനം നേടിയെടുക്കാൻ വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. 12ാമതായി 11 കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു. 12ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്തറിയോ? സഫുകൾക്കിടയിൽ വിടവില്ലാതെ പൂർത്തീകരിക്കുക. നമുക്ക് ചെറുതെന്ന് തോന്നുന്ന വിഷയങ്ങൾ വലിയ വിഷയങ്ങളാണെന്നുള്ളതാണ്. സഫുകൾക്കിടയിൽ വിടവില്ലാതെ പൂർത്തീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി, സഫുകളുടെ പൂർണ്ണത എന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ പൂർണ്ണതയാണ്. കാലുകൾ ഇങ്ങനെ അടുപ്പിച്ച് ചേർത്ത് വെക്കണം. സഹാബത്തൊക്കെ സഫിൽ നിന്നത് അത്രയും ഒരു കെട്ടിടത്തിൽ അതിന്റെ കല്ലുകൾ അടുക്കി വെക്കുന്നത് പോലെ ആ രൂപത്തിൽ ചേർന്നുകൊണ്ട് ശരീരത്തിൽ അടയാളം സൃഷ്ടിക്കുമാറ് അവർ ചേർന്നു നിന്നു എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും സഫിൽ നിൽക്കുമ്പോ നമ്മുടെ കാല് അപ്പുറത്തെ ആളുടെ കാലിലേക്ക് ചേർത്ത് വെക്കുമ്പോഴേക്ക് കാലങ്ങോട് വലിക്കും ചില ആളുകൾ.
പ്രിയപ്പെട്ടവരെ, ആ സഫിൽ കാലുകൾ ചേർന്ന് ഒട്ടി നിൽക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നിട്ട് അതിന്റെ കൂലി സ്വർഗ്ഗത്തിലൊരു വീടാ. റസൂലുള്ളാഹി പറയാണ്, മൻ സദ്ദ ഫുർജതൻ ഫീ സഫിൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജ വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ സഫുകൾക്കിടയിൽ ഒരു വിടവ് കണ്ടപ്പോ ആ വിടവ് അകറ്റാൻ തന്റെ കാലെടുത്തു വെച്ചത്. നിസ്കാരത്തിൽ നിൽക്കുമ്പോഴേ ചിലരിങ്ങനെ വിട്ടു നിൽക്കുന്ന കാണുമ്പോൾ വിടവ് കാണുമ്പോ ആ വിടവ് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ കാലെടുത്തിട്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ദറജ അല്ലാഹു ഉയർത്തുന്നതാ. മാത്രമല്ല സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീട് അല്ലാഹു കെട്ടിത്തരുന്നതാ. എത്രമാത്രം വലിയ കൂലിയെന്ന് ആലോചിച്ചു. മൻ സദ്ദ ഫുർജതൻ ഫീ സഫിൻ, സഫിൽ ആരാണോ വിടവ് നികത്തുന്നത് റഫഅഹു അല്ലാഹു ബിഹാ ദറജ, അത് മുഖേന അല്ലാഹു അവന്റെ സ്ഥാനം ഉയർത്തും. വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അതിന്റെ പേരിൽ അവനൊരു വീടും കൊടുക്കും. പ്രിയപ്പെട്ടവരെ, 13ാമത്തെ കാര്യം ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ 13ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഈ ദുനിയാവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമായി നമ്മൾ കാണുന്നതാണ് നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ. ഒരു കുഞ്ഞില്ലാതെ പ്രയാസപ്പെടുന്ന, കണ്ണീരും കയ്യുമായി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ മക്കൾ നമ്മൾ ജീവിച്ചിരിക്കെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ നമ്മുടെ പിഞ്ചോമന മക്കൾ നമ്മുടെ മുന്നിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ ചെറിയ കുഞ്ഞുമക്കൾ അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതാണ് ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒന്ന്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത്. ആ മക്കളെ മരിപ്പിച്ചുകൊണ്ടും അല്ലാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ ആരാണ് ക്ഷമിക്കുന്നതെന്നുള്ളത് നോക്കൂ. നബി മുസല്ല അശ്അരി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിമലായികതിഹി. സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കുട്ടി മരിച്ചാൽ, അല്ലാഹുവിന്റെ അടിമയുടെ ഒരു കുട്ടി മരിച്ചാൽ സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു മലക്കുകളോട് ചോദിക്കുമെന്നാണ്. മലക്കുകളോട് അല്ലാഹു ചോദിക്കും. എന്താ ചോദിക്കുക? ഖബലതും വലദ അബ്ദി, എന്റെ അടിമയുടെ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചോ നിങ്ങൾ? എന്റെ കുഞ്ഞിന്റെ അടിമയുടെ റൂഹ് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലൂന നഅം, അവര് പറയും, മലക്കുകൾ പറയും, അതെ അല്ലാഹുവേ, നിന്റെ കൽപ്പന പ്രകാരം നിന്റെ അടിമയുടെ കുട്ടിയുടെ റൂഹ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്, ആ വാക്കുകൾ തന്നെ ശ്രദ്ധേയമാണ്. ഖബലതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിൽ വിരിഞ്ഞ പുഷ്പത്തെ, അത് കായ്ച്ച ഫലത്തെ നിങ്ങൾ പറിച്ചെടുത്തോ മലക്കുകളെ? വല്ലാത്ത ചോദ്യമാണത്. അവന്റെ ഹൃദയത്തിൽ വിരിഞ്ഞ സമറത ഫുആദ് എന്ന് പറഞ്ഞാൽ ഹൃദയ പുഷ്പം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഫലം എന്നാണ്. ആ ഹൃദയത്തിൽ വിരിഞ്ഞ ആ കുഞ്ഞിനെ നിങ്ങൾ പറിച്ചെടുത്തോ? വീണ്ടും മലക്കുകൾ പറയും, നഅം, അതേ അല്ലാഹ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്, മാദാ ഖാല അബ്ദി. അത്രമാത്രം വലിയൊരു പരീക്ഷണം കൊടുത്തപ്പോ, കൺമുന്നിൽ പ്രിയപ്പെട്ട കുട്ടി മരണപ്പെട്ടു പോയപ്പോ എന്റെ അടിമ എന്താണ് പറഞ്ഞത് മലക്കുകളെ? അപ്പൊ മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഈ നിമിഷം നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ചെറിയ കുട്ടി മരിച്ചു എന്നുള്ള കോള് വന്നാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും അൽഹംദുലില്ലാഹ്? മലക്കുകൾ പറയാണ്, ആ മനുഷ്യൻ പറഞ്ഞത് കുട്ടി മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ, കുട്ടി മരിച്ചത് കൺമുന്നിൽ കണ്ടപ്പോ ആ മനുഷ്യൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് വസ്തർജഅ. എന്നിട്ട് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ പോലും ആ മനുഷ്യൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണെങ്കിൽ അല്ലാഹ് പറയാണ്, മലക്കുകളോടല്ല പറയാണ്, ഇബ്നൂ ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്. എന്റെ അടിമക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇപ്പോൾ തന്നെ ഒരു വീട് വെക്കൂ. എന്റെ അടിമക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇപ്പോൾ തന്നെ ഒരു വീട് കെട്ടൂ. വസമ്മൂഹു ബൈതൽ ഹംദ്, ആ വീടിനൊരു പേര് കൊടുക്കൂ. ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന് ആ വീടിനൊരു പേരും കൊടുക്കൂ. അത്ര
ഇത്രമാത്രം വലിയ പരീക്ഷണത്തിലും അല്ലാഹുവിലേക്കെല്ലാം അർപ്പിച്ച് ഇതല്ല തന്നതാണ്, അല്ല തിരിച്ചെടുത്തതാണെന്ന ബോധ്യത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവർക്ക് സ്വർഗീയ ഭവനമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പറഞ്ഞതായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക, ഈ ദുനിയാവിന്റെ ഏതൊരു ഭവനത്തെക്കാളും, ഈ ദുനിയാവിന്റെ ഏതൊരു ആഡംബരത്തെക്കാളും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗത്തിൽ നമുക്കൊരു ഭവനം വേണോ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് എന്തെല്ലാമാണ് എടുക്കാൻ പറ്റുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്തുകൊണ്ട് ആ സ്വർഗീയ ഭവനം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആ സ്വർഗീയ ഭവനം നേടിയെടുക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് യൗമുൽ ജുമുഅയാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത, നമ്മുടെ ബാധ്യത, ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഓരോരുത്തരും ഈ പള്ളിയിലേക്ക് കടന്നു വന്നത്. ഞാൻ ഈ പറയുന്നത് ഗുണകാംക്ഷയോടുകൂടിയാണ്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്. ഇവിടെ ഇരിക്കുന്ന, ഈ പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമായ ഒരു കാര്യമാണ്. അത് കേവലം 2 റക്അത്ത് ജുമുഅ നമസ്കാരം നിർവഹിച്ച് മടങ്ങുക എന്നുള്ളതല്ല. ഈ ഖുതുബ ശ്രവിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പഠിപ്പിക്കുന്നത്, ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ യക്തുബൂനൽ അവ്വല ഫൽ-അവ്വൽ. പള്ളിയുടെ ഓരോ കവാടങ്ങളിലും മലക്കുകൾ നിൽക്കുന്നുണ്ട്. പള്ളിയുടെ ഓരോ കവാടങ്ങളിലും മലക്കുകൾ അവരുടെ രേഖയുമായി നിൽക്കുന്നുണ്ട്. ആദ്യം വരുന്ന ആളുകളെ അവരിങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇമാമ് മിമ്പറിൽ കയറിയാലോ ആ രേഖകളൊക്കെ അടച്ചു വെച്ച് മലക്കുകൾ ഖുതുബക്കിരിക്കുന്ന, ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാളും ഉന്നതരായ ആ മലക്കുകൾ ഖുതുബ ശ്രവിക്കുന്നതിന് വേണ്ടി അല്ല ഏർപ്പാട് ചെയ്ത ആ സുഹുഫ് അത് മടക്കി വെച്ചുകൊണ്ട് ഇമാമ് മിമ്പറിൽ കയറിയാൽ പിന്നീട് മലക്കുകൾ ഒരാളെയും രേഖപ്പെടുത്തുകയില്ല. ആദ്യം വരുന്നവർക്ക് ഒട്ടകത്തെ ബലി നൽകിയ കൂലി, പിന്നീട് വരുന്നവർക്ക് പശുവിനെ ബലി നൽകിയ കൂലി, പിന്നീട് വരുന്നവർക്ക് ആടിനെ ബലി നൽകിയ കൂലി, പിന്നീട് വരുന്നവർക്ക് കോഴിയെ ബലി നൽകിയ കൂലി, പിന്നീട് ആ പ്രതിഫലം അങ്ങനെ കുറഞ്ഞു വരും. ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല ആളുകളും ശർഈയായ ഉളറില്ലെങ്കിൽ ഒരാൾക്കും തന്നെ ഇമാം മുൻപറിൽ കയറിയതിനു ശേഷം വരാനുള്ള യാതൊരു അവകാശവും. നമ്മൾ എത്ര ആളുകളാണ് ഈ ദുനിയാവിന്റെ തിരക്കുകളും കാര്യങ്ങളും പറഞ്ഞിട്ട് ആ ഖുതുബ അവസാനിക്കുന്ന നിസ്കാരത്തിന്റെ 2 മിനിറ്റ് മുമ്പ് പള്ളിക്കണ വരും. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോഴേക്ക് ഓടിപ്പോയി ആരെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ? ഈ ദുനിയാവിൽ നമുക്ക് ശ്വസിക്കുന്ന ശ്വാസവായു പോലും നമ്മൾ അള്ളാനെയാണ് നമ്മൾ പറ്റിക്കാൻ നോക്കുന്നത്. ഫലസ്തീനിൽ, ഗസയിൽ ഇത്രമാത്രം വലിയ പ്രയാസങ്ങൾ നേരിടുമ്പോഴും പൊളിഞ്ഞു കിടക്കുന്ന പള്ളിയുടെ ഓരത്ത് നിന്ന് നേരത്ത് നമസ്കരിക്കുന്ന, ജുമുഅ കൂടുന്ന ആളുകൾ വിസ്മയമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് അല്ലാഹു നിർഭയത്വം തന്നില്ലേ? നമുക്ക് അല്ലാഹു ജീവിത വിഭവം തന്നില്ലേ? എന്നിട്ട് അല്ലാഹുവോട് നന്ദി കാണിക്കേണ്ടത് ഈ രൂപത്തിലാണോ? ശബ്ബത്തിന്റെ ദിവസം ജോലിക്ക് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി പോയ ബനൂ ഇസ്രായേൽ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിന്ദ്യരായ കുരങ്ങുകളാക്കി മാറ്റിയതാണ്. പള്ളി പോണ്ട ദിവസം, അവർക്ക് ഒന്നിച്ചുകൂടേണ്ട ദിവസമാണ് ശബ്ബത്തിന്റെ ദിവസം. ആ ദിവസം മീൻ പിടിക്കാൻ പോയി അന്ന് കൂടുതൽ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങുകളാക്കി മാറ്റിയെങ്കിൽ നമുക്ക് ജുമുഅ ദിവസം ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് അത് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ വരാനാണ്. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും. അതുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടെ സൂചിപ്പിക്കുകയാണ്, ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ സൂചിപ്പിക്കുകയാണ്, കഴിവതും പ്രത്യേകമായ ശർഈയായ കാരണങ്ങൾ ഉളുറുകളിൽ
കണ്ടുവരുന്നെങ്കിൽ ഇമാം മിമ്പറിൽ കയറുന്ന സമയം 12:45 നമ്മുടെ പള്ളിയിൽ. ഒരു 12:40 ഈ പള്ളിയിൽ സഫിലുണ്ടാവാൻ പ്രത്യേകമായ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ത്യാഗ പരിശ്രമങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ ഫضل കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, പണ്ഡിതന്മാർ, അവരുടെ എല്ലാം ബർസഖിയായ ജീവിതത്തിൽ സമാധാനവും സമാശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നിർഭയത്വവും സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നിർഭയത്വവും സമീപസ്ഥമായ സഹായവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.